പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ പരിപാടിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ 2-3 എപ്പിസോഡുകളിലായി ചവിട്ട് നാടകത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി ശകലമാണ് ഇന്ന് പറയുവാൻ പോകുന്നത്. ഒരു കാലത്ത് മധ്യ കേരളത്തിലെ പല സ്ഥലങ്ങളിലും പ്രൗഢഗാംഭീര്യത്തോടെ അവതരിപ്പിച്ചിരുന്ന ഈ കലാവിഷ്കാരത്തെക്കുറിച്ച് ഇപ്പോൾ അധികവും കേൾക്കാനില്ല. പുത്തൻ തലമുറയിൽപ്പെട്ട ഭൂരിഭാഗം ജനങ്ങൾക്കും ഇങ്ങനെ ഒരു കലാരൂപം ഉണ്ടായിരുന്നോ എന്ന് സംശയം ജനിപ്പിക്കത്തക്ക വിധം അത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ കലോത്സവങ്ങളിലെ മത്സരവേദികളിൽ ഇത് ഒരിനമായി ഇന്നും തുടർന്നു പോരുന്നു. ഇതിനെ ഒന്നുകൂടി അവതരിപ്പിച്ചാൽ പ്രേക്ഷകരുണ്ടാവും എന്ന് ഉള്ള കാര്യം നമുക്കതിൽ നിന്നും ഉറപ്പിക്കാം. അതിലെ വസ്ത്രധാരണവും പ്രത്യേക രീതിയിലുള്ള ചുവടുകളുമാണ് ആരെയും ആകർഷിക്കുന്നത്. പ്രത്യേക രീതിയിലുള്ള ആ ചുവട് വയ്പ്പുകൾ കണ്ടിട്ട് കാണികളിൽ ആവേശം പൂണ്ട് അത് വീണ്ടും ആവർത്തിക്കുവാൻ ആരവം മുഴക്കിയിരുന്നതായിട്ടും അവരുടെ ഇഷ്ടമനുസരിച്ച് ആ ഭാഗം ഒന്നുകൂടി അവതരിപ്പിച്ചിരുന്നതായിട്ടും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അവരത് നോട്ടീസ് മുഖാന്തരവും പരിപാടി അവതരിപ്പിക്കുമ്പോൾ വിളിച്ചു പറഞ്ഞും അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. അത്രയ്ക്ക് കണ്ട് ജനങ്ങൾ ഈ പരിപാടിയെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് വേണം അതിൽ നിന്നും മനസ്സിലാക്കാൻ. ചവിട്ട് നാടകത്തിൻ്റെ മാതൃസ്ഥാനത്ത് നിൽക്കുന്ന കൂടിയാട്ടവും സഹോദര സ്ഥാനങ്ങളിൽ നിൽക്കുന്ന കഥകളി, കൂത്ത് എന്നിവയും ഇന്ന് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. ഈ പരിപാടി മാത്രം തുടങ്ങിയിടത്ത് നിന്ന് തന്നെ അസ്തമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനമായും ഈ പരിപാടിയെ ജനകീയമാക്കുവാൻ അന്നത്തെ കലാകാരന്മാർ ആരും താല്പര്യപ്പെട്ടിരുന്നില്ല എന്നതാണ് ഒന്ന്. ആശാന്മാരായ അണ്ണാവിമാരുടെയും സ്ഥലത്തെ പ്രധാന വ്യക്തികളുടെയും ഒരു കുത്തകയായിട്ടാണ് ഈ കലാരൂപത്തെ കൊണ്ടു നടന്നിരുന്നത്. അവരത് പ്രമാണം കാത്തു സൂക്ഷിക്കും പോലെ ഇതിൻ്റെ കയ്യെഴുത്ത് പ്രതികൾ, ആദ്യകാലത്തൊന്നും അച്ചടിശാലകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അത് വന്നു കഴിഞ്ഞപ്പോഴും അതിനെ അച്ചടിച്ച് പുസ്തകമാക്കാൻ ആരും താല്പര്യപ്പെട്ടിരുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് അവർ കയ്യെഴുത്ത് പ്രതികളാക്കി പ്രമാണം കാത്തു സൂക്ഷിക്കുമ്പോൾ പെട്ടിയിൽ ഭദ്രമായി ഒതുക്കി വച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടത് വെളിച്ചം കണ്ടില്ല. പിന്നെ വേറൊന്ന്, ഇത്രയ്ക്കും ദൈർഘ്യമുള്ള പരിപാടി കാണുവാനോ ആസ്വദിക്കാനോ ഇന്നത്തെ തലമുറയിലോ ആരും ഉണ്ടാവില്ല, ആരുമില്ലായിരുന്നു. ഇത് കുറച്ചും കൂടി ചെറുതാക്കി ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും വിധം ഹ്രസ്വമായ കഥകളാക്കി, 1-1.5 മണിക്കൂറിൽ ഒതുങ്ങുന്ന കഥകളാക്കി അവതരിപ്പിച്ചായിരുന്നെങ്കിൽ ഇന്നും കല പാടെ നിലനിൽക്കാതെ തുറന്നു പോന്നേ. അങ്ങനെ നമ്മുടെ ഒരുപാട് കലകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഥകളി, അത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ചവിട്ട് നാടകവും
കൂടിയാട്ടമൊക്കെ പോലെ ഒരു കഥ തീരണമെങ്കിൽ ദിവസങ്ങളോളം വേണ്ടി വരും പൂർണ്ണമായിട്ട് അവതരിപ്പിക്കാൻ. അതിൻ്റെ ഒരു ഭാഗമാണിത്. അതൊരു കഥയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ദുര്യോധനവധം കഥകളിയിൽ ദുര്യോധനെ വധിക്കുന്നില്ല, അവിടെ ദുശാസനവധത്തോടുകൂടി കഥ അവസാനിപ്പിക്കണം. അതിന് പ്രാധാന്യം വേറെ ഉണ്ട്, പറയാം. അപ്പോൾ ആ കഥയുടെ മുഴുക്ക് അവിടെ എടുക്കണില്ല. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് തങ്ങി നിൽക്കാവുന്ന ഭാഗങ്ങൾ എടുത്തിട്ട് അതിനെ സുന്ദരമായിട്ട് അവതരിപ്പിക്കണം. അതുപോലെ കൂത്തിനെ പറ്റി ഞാൻ പറഞ്ഞു, ഒരംശമാണ്, ഒരു കഥയുടെ ഒരംശമാണ് അവതരിപ്പിക്കുന്നത്. അതിനെ അവർ വലുതാക്കി ഒരു പുതിയൊരു കഥ പോലെ അവതരിപ്പിക്കുകയാണ്. അതുപോലെ ഇതിനെ മാറ്റിയെടുത്തായിരുന്നെങ്കിൽ അങ്ങനെ ആവുമായിരുന്നു. ഇത് ഈ പ്രസ്ഥാനത്തിൻ്റെ മാത്രമല്ല, ആദ്യകാലത്ത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന നാടകങ്ങൾ, സിനിമ എല്ലാം അങ്ങനെയായിരുന്നു. 2-2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സിനിമകളും അങ്ങനെയുള്ള നാടകങ്ങളൊക്കെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പിന്നീടാണ് മാറ്റി ചെറിയ നാടകങ്ങൾ, ഒരു അഗ്നിപുത്രി എന്ന് പറയുന്ന നാടകം വന്നപ്പോൾ തന്നെ SL പുരത്തിൻ്റെ തോന്നുന്നു വന്നപ്പോൾ ആൾക്കാർ പറയണ്ടേ, ഇതെന്താ നാടകം, ചെന്നിരുന്നു കട്ടൻ മുങ്ങി കുറേ കഴിയുമ്പോൾ കട്ടനും വീണു, നാടകവും കഴിഞ്ഞു. അപ്പോൾ അത്രയ്ക്കാണ് അന്ന് ജനങ്ങൾക്ക്. അതേപോലെ സിനിമയും വന്നിട്ടുണ്ടായിരുന്നു. A.T. കോവൂരിൻ്റെ ഡയറിയിൽ നിന്ന് വന്ന പുനർജന്മം സിനിമ കണ്ടിട്ട് വന്ന ആൾക്കാർ പറയണ്ടേ, വെറുതെ കാശ് കളഞ്ഞു, തിയേറ്ററിൽ പോയിരുന്നു, കുറച്ച് കഴിയുമ്പോൾ സിനിമ തീർന്നു. അപ്പോൾ അന്ന് അങ്ങനെ പിന്നെ ജനങ്ങൾ ഉൾക്കൊള്ളാൻ തുടങ്ങി. അപ്പോൾ പറയുമ്പോൾ ഒരു മാറ്റം വരുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ഇന്ന് അങ്ങനെയുള്ള പരിപാടി വച്ചാൽ ആരും ആസ്വദിക്കില്ല, വെട്ടിച്ചുരുക്കായിരുന്നു. പിന്നെ വേറൊരു കാര്യം ഇതിനകത്ത് ഈ ഭാഷയാണ്. തമിഴിൽ നിന്നും അത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അത് പണ്ടേ ചെയ്യേണ്ടതായിരുന്നു. ഈ ചവിട്ട് നാടകം ആരംഭിച്ച കാലത്ത് കേരളത്തിൻ്റെ ഭാഷ തമിഴായിരുന്നു. ഇത് തമിഴകത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. നമ്മുടെ പ്രാചീന കൃതികളെല്ലാം തമിഴ് ഗ്രന്ഥങ്ങളാണ്. മലയാളത്തിൻ്റെ വ്യാകരണ ഗ്രന്ഥമായ ലീലാതിലകം പോലും തമിഴിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. പിന്നീട് കാലങ്ങൾ മാറി വന്നു. അതിനനുസരിച്ചൊരു ആ ഒഴുക്കിൽ മാറ്റം വേണമായിരുന്നു. അങ്ങനെയൊക്കെ ചില മാറ്റങ്ങൾ വരുത്തി ഇത് ഹ്രസ്വമാക്കി നല്ല രീതിയിൽ അവതരിപ്പിച്ചാൽ ജനങ്ങൾ അതിനെ ഉൾക്കൊള്ളുമെന്നുള്ള കാര്യം സംശയമില്ല. ഇപ്പോൾ പാട്ടക്കഥ തന്നെ മതി, അർത്ഥങ്ങളും എല്ലാം അത് വച്ചിട്ട് മലയാളീകരിച്ചിട്ട് അത് അവതരിപ്പിച്ച് സുന്ദരമായി അവതരിപ്പിച്ചാൽ നല്ല രീതിയിൽ പ്രേക്ഷകരെ കിട്ടും. ഇപ്പോൾ കഥകളി പദങ്ങൾ കൂടിയാട്ടത്തിൽ നിന്ന് തുടങ്ങിയാണ്. ശുദ്ധമായ മലയാള പദത്തിലാണ് കഥകളി പദങ്ങൾ. അതുപോലെ തന്നെ കൂത്ത്, സംസ്കൃത നാടകത്തിലെ വിദൂഷകനാണ് സുന്ദരമായ മലയാള ശൈലിയിൽ സരസമായ രീതിയിൽ ഹാസ്യാത്മകമായിട്ട് കൂത്ത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ജനങ്ങളിതാണ് ആസ്വദിക്കുന്നത്. ഇന്ന് അതേപോലെ ആ സംസ്കൃത നാടകത്തിലെ പോലെ സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലി പറഞ്ഞാൽ ആരും ഉൾക്കൊള്ളാൻ ഉണ്ടായിരിക്കില്ല. ഇതുപോലെ ചില്ലറ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ മൂല്യക്ഷിതിക്ക് കോട്ടം തട്ടാത്ത വിധം ചെറിയ പോരായ്മകളൊക്കെ വരുത്തി അവതരിപ്പിച്ചാൽ ഇത് ഇന്നും മികച്ച ഒരു നൃത്തനാടകമായി വേദികളിൽ ശോഭിക്കുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല. ചവിട്ടുനാടകം പാശ്ചാത്യ പൗരസ്ത്യ സംസ്കാരത്തിൻ്റെ സമന്വയമാണ്. ഈ സങ്കലനമാകട്ടെ പാലിൽ പഞ്ചസാരയും സ്വാദിഷ്ട വിഭവങ്ങളും ചേർത്ത് പുതിയ ഒരു പദാർത്ഥമുണ്ടാക്കി കൈരളിക്ക് കാഴ്ചവച്ചിരിക്കുകയാണ്. അത് നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന് ഒരു മുതൽക്കൂട്ടായി നിൽക്കുന്നു. അതിനെ അനശ്വരമാക്കേണ്ടത് ഇവിടുത്തെ കലാപ്രേമികളുടെയും സാംസ്കാരിക നായകന്മാരുടെയും ആവശ്യമാണ്.
ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഞാനിവിടെ പൂർണ്ണമാക്കുന്നു. ഇനി പുതിയ ഒരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്തേ.